ഫതുഹുൽ മുബീൻ അതിന്റെ സബക്ക് നമ്പർ 46. നമ്മളിവിടെ 5-ാമത്തെ ഹദീസിന്റെ വ്യാഖ്യാനത്തിലാണ് ചർച്ച. അതായത് ദീനിൽ അംഗീകരിക്കാത്തതൊക്കെ മദ്മൂമായ വിദ്അത്താണ്, തള്ളപ്പെടേണ്ടതാണ്. അതിന്റെ വിശദീകരണം കുറച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ വൽഹാസിൽ പറയാൻ പോവുകയാണ്. ആകത്തുക സത്ത എങ്ങനെ മനസ്സിലാക്കാം? വൽഹാസിലു ആകത്തുക അതിന് മനസ്സിലാക്കിയെടുക്കാനുള്ളത് അന്നൽ ബിദ്അ അൽ ഹസനത നല്ലതായിരിക്കുന്ന ബിദ്അത്തുകളൊക്കെ മുത്തഫഖുൻ അലാ നദ്ബിക അത് സുന്നത്താണ് എന്നതിന്റെ മേലിൽ എന്താണ് യോജിപ്പില്ല. ആർക്കും തർക്കമല്ല. തർക്കിക്കുന്നവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് മനസ്സിലായാൽ മതി. അപ്പൊ നല്ലതായിരിക്കുന്ന ബിദ്അത്തുകൾ അത് നല്ല കാര്യമാണ്, സുന്നത്താണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിന്റെ മുന്നോടിയായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളത്, ബിദ്അത്ത് എന്ന് പറയുമ്പോൾ എത്ര ഐറ്റമായി വരാം? വഅലം, അത് ഫതുഹുൽ മുബീന്റെ അടിക്കുറിപ്പാണ് ഞാൻ വായിക്കുന്നത്. അന്നൽ ബിദ്അത തഅതരിഹാ അൽ അഹ്കാമുൽ ഖംസ, ബിദ്അത്തുകൾക്ക് എന്ത് വരാം? 5 വിധികൾ വരും. ഫതാറത്തുൻ തകൂനു വാജിബതൻ, ചിലപ്പോൾ ബിദ്അത്ത് വാജിബായിട്ട് വരും. കലബത്തുൽ മസായിഫി വസ്സറായി ഇദാ ഖീഫ അലൈഹിൽ ദിയാഉ, നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയമുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളെയും മുസാഫിനെയും ഒക്കെ ലബത്താക്കി വെച്ചു. അപ്പൊ മുസാഫ് ക്രോഡീകരിച്ചു. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ഹദീസിലൂടെയും ഫിഖിലൂടെയും ഏതെല്ലാം വിധം ക്രോഡീകരിക്കാൻ പറ്റുന്നു അതൊക്കെ വാജിബായി വന്നു. എന്താ? പിന്തലമുറക്കാരായ നമ്മെ പോലുള്ള ആളുകൾക്ക് ഇത് ലഭ്യമാവൂല ക്രോഡീകരിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ വാജിബായി. വതാറതൻ തകൂനു മുഹറമതൻ കൽ മുഖൂസി വസായിൽ മുഹദസാത്തിൽ മുനാഫിയത്തി ഖവാഇദി ശർഇയ്യ, ചിലപ്പോൾ ബിദ്അത്ത് ഹറാമാക്കപ്പെട്ടതായിട്ട് വരും. അത് എങ്ങനെയെന്ന് ചോദിച്ചാല്, ശർഇയ്യായിരിക്കുന്ന നിയമങ്ങളുടെ എതിരായി വരുന്ന എന്തെല്ലാം പുതുതായ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹറാം തന്നെയാണ്. അപ്പൊ അത് ബിദ്അത്ത് മുഹറമത്തായി. ഫതാറത്തുൻ തകൂനു മൻദൂബതൻ കസലാത്തി തറാവി ജമാഅതൻ, തറാവി പോലെയുള്ള നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായി സംഘടിപ്പിക്കുക അതിപ്പോ ബിദ്അത്ത് തന്നെയാണ്, മൻദൂബത്തായ ബിദ്അത്താണ്. അതൊക്കെ ചർച്ച ചെയ്തതാണ്. ചിലപ്പോൾ താറത്തുൻ തകൂനു മക്റൂഹതൻ കസുഖ്റബത്തിൽ മസാജിദി വതസ്വീഖിൽ മസായിദി, മുസാഫുകൾ പോലെയുള്ളതിനെ അഴകാക്കുക, പള്ളികളെ മോടി പിടിക്കുക, ഇതൊക്കെ ബിദ്അത്തുകൾ തന്നെയാണ്. കണ്ടമാനം പള്ളിയുടെ അഴകിലാണല്ലോ മുസാഫുകൾ തന്നെ നല്ലോണം മോടി പിടിപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യല് ബിദ്അത്ത് കറാഹത്താണ്. വതാറത്തുൻ തകൂനു മുബാഹത്തൻ കഇത്തിഖാദിൽ മനാഖിൽ ദഖീഖി, അങ്ങനെ ഉണ്ടല്ലോ. പൊടികൾ പോലെയുള്ളതിനെ അരിച്ചെടുക്കുവാൻ പറ്റുന്ന അരിപ്പകൾ, മെഷീനുകൾ, ഇതൊക്കെ ഉണ്ടാക്കൽ എന്താണ്? ബിദ്അത്ത് തന്നെയാണ്. അത് മുബാഹത്തായ ബിദ്അത്താണ്. ഇങ്ങനെ 5 വിധികളായിട്ട് ബിദ്അത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിൽ വാജിബായതും മൻദൂബായതും നമുക്കെടുക്കാം, മുബാഹായതും മറ്റൊക്കെ തള്ളാം. ഫിൽ ആസാരി, ചരിത്രങ്ങളിൽ കാണാം, അന്ന അവ്വല ശൈഇൻ അഹദതഹു അന്നാസു ബഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിഖാദുൽ മനാഖിലീന, റസൂലുള്ളാഹിന്റെ കാലശേഷം ജനങ്ങൾ പുതുതായി ഉണ്ടാക്കിയ ആദ്യത്തെ വസ്തു ഏതാണ്? അരിപ്പകൾ ഉണ്ടാക്കുക എന്നാണ്. പൊടിയൊക്കെ അരിച്ചെടുക്കാൻ പറ്റുന്ന സംഗതികൾ. വൈന്നമാ കാലത്ത് മുബാഹത്തൻ, ഇന്ന ഈ മനാഖിൽ എന്തായി? ഹലാലായി. എന്തുകൊണ്ട്? ലിഅന്ന ലയ്യൽ ഈസ് വഇസ്ലാഹു മിനൽ മുബാഹാത്തി ഫവസായിലു മുബാഹാത്തുൻ, ജീവിതത്തിനെ സമ്പുഷ്ടമാക്കുക, നന്നാക്കി എടുക്കുക, അത് ഹലാലായ കാര്യത്തിൽപ്പെട്ടതല്ലേ. അപ്പൊ ഹലാലായ കാര്യത്തിലേക്ക് മാർഗങ്ങളായി വരുന്ന ഇപ്പൊ വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിന് വേണം. അതിനെ ആട്ടിയെടുക്കണമെങ്കിലും ഉണക്കിയെടുക്കണമെങ്കിലും മെഷീനുകൾ, ആ മെഷീനൊക്കെ മുബാഹാണ്. ഇതൊക്കെ ബിദ്അത്ത് തന്നെ തള്ളി അപകടം ചെയ്യൂലേ. അപ്പൊ അങ്ങനെ അടിക്കുറിപ്പ് കഴിഞ്ഞു. ആവട്ടെ സുന്നത്താണ് നല്ല ബിദ്അത്ത്, മുത്തഫഖുൻ അലൈഹിയാണെന്ന് പറയുമ്പോൾ ഏതാണ് ഇപ്പൊ സുന്നത്തായ ബിദ്അത്ത്, ഹസനത്തായ ബിദ്അത്ത്?
وهي ما وافق شيئا مما مر ولم يلزم من فعله معذور شرعي. മുമ്പ് നമ്മൾ സുന്നത്തായ നല്ല വിദ്യാർത്ഥിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വിദ്യാർത്ഥിനോട് യോജിതമൊക്കെ ഹസനത്തായ വിദ്യാർത്ഥാണ്. തറാവി പോലുള്ള ജമാഅത്താക്കുന്ന വിഷയം മുസ്താഹബ് ക്രോഡീകരിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. അതിനൊന്നും അത് ചെയ്യുമ്പോൾ ശറഈയായി പേടിക്കാൻ പറ്റുന്ന ഒരു കാര്യം അത് ലാസിമുമില്ല. ഇതാണ് ബിദ്അത്തുൻ ഹസനത്ത്. ഒമിൻക ആ ബിദ്അത്തുൻ ഹസനത്തിലുണ്ട് മാവ ഫർദു കിഫായ, ഫർദു കിഫ പോലെയുണ്ട്, സാമൂഹ്യ കടമപ്പെട്ടതും ബിദ്അത്തുൻ ഹസനത്തിലുണ്ട്. അതേതുപോലെ തസ്നീഫുൽ ഉലൂമി വനഅദിഹ മിമ്മാ മറ, മുമ്പ് പറഞ്ഞതുപോലെ മുസ്ഹഫ്, ആയത്ത്, ഹദീസ്, വിശ്വാസശാസ്ത്രം, കർമ്മശാസ്ത്രം, അതിലേക്ക് മാർഗമായി വരുന്ന നഹ്വ്, സർഫ്, ആലത്തിന്റെ ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ ക്രോഡീകരിക്കും പോലെ അതൊക്കെ ഫർദ് കിഫയാണ്, അറിവുള്ളവർ ചെയ്യണം. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ബിദ്അത്തുൻ ഹസനത്തിൽ ഫർദ് കിഫയാണ് ക്രോഡീകരണം നടക്കുന്നത്. ഒരുപാട് ഉലമാക്കൾ അറിവുള്ളവർ കിതാബ് ഉണ്ടാക്കുന്നില്ലേ, പുസ്തകം രചിക്കുന്നില്ല, ഇസ്ലാമിക നിയമങ്ങൾ എല്ലാവർക്കും അറിയാൻ വേണ്ടി. അതൊക്കെ എന്താണ് ബിദ്അത്തുൻ ഹസനത്തിൽപ്പെട്ട ഫർദ് കിഫയാണ്. ഇതൊന്നും ഈ ഹദീസിനെതിരല്ല. ഖാല ഇമാമു അബൂ ശാമ ശൈഖുൽ മുസന്നിഫ് റഹിമഹുല്ലാഹു തആല, മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുരുവര്യരായ ശൈഖായ അബൂ ശാമ റഹിമഹുല്ലാഹ് മഹാനവർകൾ പറയുന്നു, വമിൻ അഹ്സനി മാ ഉബ്തുദിഅ ഫീ സമാനിനാ മാ യഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. വമിൻ അഹ്സനി മാ ഉബ്തുദിഅ ഫീ സമാനിനാ, മഹാന്റെ കാലഘട്ടം പറയുന്നത് നമ്മുടെ ഈ കാലത്ത് പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല ബിദ്അത്തിൽപ്പെട്ടതാണ് മാ ഒന്ന്. എങ്ങനത്തൊന്ന്? യുഫ്അലു, ആ ഒന്നിനെ പ്രവർത്തിക്കപ്പെടുന്നുണ്ട്, ചെയ്യപ്പെടുന്നുണ്ട്, കുല്ല ആമിൻ എല്ലാ വർഷത്തിലും. എപ്പോ? ഫിൽ യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിനത്തിനോട്, അഥവാ റബീഉൽ അവ്വൽ 12, അതിനോട് യോജിച്ചു വരുന്ന ദിനങ്ങളിൽ എല്ലാ വർഷവും ചെയ്തു വരാറുള്ളതായ ഒരു കാര്യമുണ്ട്. അത് ബിദ്അത്താണ്, ഹസനത്താണ്, യാതൊരു കുഴപ്പമില്ല. അതെന്തിനാലാന്ന് ചോദിച്ചാൽ മിന സ്വദഖാത്തി, ധർമ്മങ്ങളാൽ, വൽ മഅറൂഫി, മറ്റു നല്ല കാര്യങ്ങളാൽ, വഇദ്ഹാരി സീനത്തി വസൂരി, സന്തോഷങ്ങളും അഴകുകളും വെളിവാക്കുക, പള്ളികൾ, മദ്രസകൾ ലൈറ്റ് കൊണ്ട് അലങ്കാരമാക്കുക, അരങ്ങുകളെ കൊണ്ട് അലങ്കാരമാക്കുക, ലൈറ്റ് കൊണ്ട് അലങ്കാരമാക്കുക, ഭക്ഷണങ്ങൾ, ദാനധർമ്മങ്ങൾ, ഘോഷയാത്രകൾ, അതിലുള്ള അന്നപാനീയങ്ങൾ, പിന്നെ നബിദിനാഘോഷം, പാട്ട്, പ്രസംഗം, ഇതൊക്കെ കൊടുക്കല് നബിയുടെ ജന്മപ്പിറവിയുള്ള സന്തോഷമാണ്. അത് രേഖപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ വർഷത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ബിദ്അത്തും മുൻകറത്തല്ല, ശിർക്കല്ല, നരകത്തിലേക്കുള്ള റൂട്ടല്ല. പിന്നെന്താണ്? സ്വർഗത്തിലേക്കുള്ള റൂട്ടാണ്. നല്ല ബിദ്അത്താണ്, ഹസനത്തും ബിദ്അത്താണ്. ഇത് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുസന്നിഫ് അബൂ ശാമ തങ്ങൾ പറഞ്ഞതാണ്. ഇമാം നബവി അംഗീകരിക്കുന്നവരുള്ള ബിദ്അത്തുകാര് പിന്നെന്തുകൊണ്ട് അബൂ ശാമ തങ്ങൾ പറയുന്നത് തെറ്റായി മാറും? അപ്പൊ അവര് പറയുന്നത് യഥാർത്ഥത്തിൽ മറച്ചു വെച്ച് കപട സ്വഭാവമാണ് നടത്തം. فإن ذلك مع ما فيه من الإحسان إلى الفقراء مستر بمحبته صلى الله عليه وسلم وتعظيمه وجلالته في قلب فاعل ذلك وشكر الله سبحانه وتعالى على ما من به من إيجاد رسوله صلى الله عليه وسلم الذي أرسله رحمة للعالمين صلى الله عليه وسلم. ഇതാണ് മഹാനവർ പറഞ്ഞത്. എന്താണ് സംഭവം? അങ്ങനെ ആ ദിനത്തിലുള്ളതായിരിക്കുന്ന കാര്യം ഉള്ളതോടുകൂടെ അതെന്തിനാലാണ്? സാധുക്കളായ ആളുകളിലേക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം നബി തങ്ങളോട് പ്രേമമുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്, നബി തങ്ങളെ ആദരിക്കുന്നു എന്നതുകൊണ്ട് അറിയിക്കുന്നുണ്ട്. നബി തങ്ങളുള്ള ആദരവ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടും പ്രസംഗവും മൗലിദാഘോഷങ്ങളും അന്നദാനങ്ങളും മൗലിദുകളെല്ലാം നടത്തുന്നവർ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നബിനോടുള്ള മഹബത്തുണ്ട്, നബിനോടുള്ള ആദരവുണ്ട്, നബിനോടുള്ളതായിരിക്കുന്ന സ്നേഹമുണ്ട്, അല്ലാഹു തആല ചെയ്തു തന്നതായിരിക്കുന്ന നിഅമത്തിന് നന്ദി രേഖപ്പെടുത്തലുമുണ്ട്. എന്താണ് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത്?
ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകർക്ക് മുഴുവനും റഹ്മത്തായിക്കൊണ്ട് അല്ലാഹു തആല അയച്ച നബി അല്ലാഹു തആല ഉണ്ടാക്കി. ആ നബി അല്ലാഹു തആല സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചത് തന്നെ അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്തിന്റെ മേൽ നന്ദി രേഖപ്പെടുത്തലാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന വേദികൾ. ആ വേദികളെല്ലാം റസൂലുള്ളാഹിന്റെ കാലത്തില്ല. സ്വഹാബത്ത് നബി ദിനം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണ്ട. മഹാനായിരിക്കുന്ന നബി ആദരിക്കണമെന്നും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നബി അനുസരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിനോട് മാനിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് കാര്യം ചെയ്താലും അല്ലാഹു തആല ചെയ്തു തന്ന വലിയ നിഅമത്താണ് നബി തങ്ങൾ ഉണ്ടാവുക. അത് റഹ്മത്താണ് നബി തങ്ങൾ. ആ നബി അല്ലാഹു തആല സൃഷ്ടിച്ചു തന്നതിന്റെ മേലിൽ അല്ലാഹു തആല നന്ദി പ്രകടിപ്പിക്കുക എന്ന കാര്യം ആരാ എതിർക്കുക? ആരാ സിദ്ധമാക്കുക? ആരെക്കൊണ്ടും കഴിയൂല. ഈമാനുള്ളവർ, ഹിദായത്തുള്ളവർ അത് അംഗീകരിക്കും. ഹിദായത്ത് കുറഞ്ഞവർ, ദീനിനെ പൊളിക്കുന്നവർ, നബിനെ അലർജിയായി കാണുന്നവർ, മറയാക്കി കാണുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കിംവദന്തികളും പൊള്ളവാദം നടത്താൻ കഴിയുകയുള്ളൂ. നഅൂദുബില്ലാഹ് എന്ന കാത്ത് രക്ഷിക്കട്ടെ. കണ്ടോ? അപ്പൊ അതാണ് നമ്മുടെ നബി. വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അല്ലാഹു തആല പറഞ്ഞതല്ലേ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന് നബിയെ പറ്റി മദ്ഹ് ചെയ്ത് ഖുർആൻ പറഞ്ഞതാണ്. ആ നിഅമത്തായ നിഅമത്ത്, ആ നിഅമത്തിന്റെ ഒരു സന്തോഷമാണ് ശുക്ർ. അല്ലാഹു ചെയ്ത ശുക്ർ ആ നബി കാരണം കൊണ്ട് നമ്മൾ വിജയിച്ചു. ഈ ശുക്രാണ് ഈ ആഘോഷങ്ങൾ, നബിദിനത്തിലുള്ളതായിരിക്കുന്ന അന്നദാനങ്ങൾ, ഘോഷയാത്രകൾ, പാട്ടുകളെല്ലാം നടത്തുന്ന നന്ദിയാ. ഈ നന്ദി വേണ്ടെന്ന് ആര് പറയും? മോമിൻ പറയൂ? ആരേക്കാം. അപ്പൊ നല്ല വിദഅത്ത വഅന്നൽ ബിദ്അത്ത് സയ്യിഅത, മോശമായ വിദഅത്ത് വഹിയാത് മാ ഖാലഫ ശൈഅൻ മിൻ ദാലിക സരീഹൻ അവ ഇൽതിസാമൻ. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ആ പറഞ്ഞ കാര്യത്തിൽ ശറഈയായിരിക്കുന്ന നിയമങ്ങളോട് എതിരായി വരുന്നത് വ്യക്തമായിട്ടോ ലാസിമായിട്ടോ, മറ്റൊന്ന് ലാസിമായിട്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ടോ കിട്ടുന്നുണ്ട്. ആ രീതിയിൽ ശറഈമായിട്ട് എതിരായി വരുന്നതൊക്കെ ബിദ്അത്തുൻ സയ്യിഅത. ഖദ് തന്തഹി ഇലാ മാ യൂജിബു തഹ്രീമ താറതൻ വൽ കറാഹത ഉഖ്റാ വഇലാ മാ യളുന്നു അന്നഹു തഅത്തുൻ വഖുർബാ. അതെവിടേക്ക് നീങ്ങും? ഈ സയ്യിഅത്തായിരിക്കുന്ന ബിദ്അത്ത് ഒന്നിരിക്കൽ തഹരീമാക്കണം, ഹറാമാക്കും, ചിലപ്പോൾ അതിനെ നിർബന്ധമാക്കി വരും. അപ്പൊ നിർബന്ധമാക്കുന്നതിനെയോ മറ്റൊരവസരത്തിൽ കറാഹത്തിനെ നിർബന്ധമാക്കുന്നതോ അതിലേക്കൊക്കെ ആവശ്യമായിട്ട് വരും. മാത്രമല്ല അതൊരു ഇബാദത്താണ്, ആരാധനയാണ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്കും വരെ ഈ പറയുന്ന ബിദ്അത്ത് സയ്യിഅത്ത് കൂട്ടും. അപ്പൊ ബിദ്അത്ത് സയ്യിഅത്ത് തഹരീമായിട്ട് വരാം, കറാഹത്തായിട്ട് വരാം, താഅത്തും കുർബത്തായിട്ടൊക്കെ വരാം. വലിയ അപകടമാണ്. അതിൽ തഹരീമിന്റെ ഇനത്തിൽ പെടുത്തുന്നു. ഫമിൽ അവ്വലി, ആദ്യത്തെ ഇനത്തിൽപ്പെട്ടതാണ് അൽ ഇന്തിമാഉ ഇലാ ജമാഅത്തി യസ്അമുന തസവ്വുഫ. തസവ്വുഫിനെ വാദിക്കുന്ന ഒരു കക്ഷിക്കാരുണ്ട്. ആ കക്ഷിയിലേക്ക് എന്താണെന്നറിയാമോ വളർന്നു വരിക. അത് ബിദ്അത്തു തഹരീമാണ്. എന്താ കാരണം? വയുഹാലിഫൂന മാ കാന അലൈഹി മശായിഖു തരീഖ് മിന സുഹദി വൽ വറഇ വസായിൽ കവാലാത്തിൽ മശ്ഹൂറത്തി അൻഹും. മുൻകഴിഞ്ഞു പോയതായിരിക്കുന്ന സൂഫിയാക്കളായ മശായിഖന്മാരുടെ പ്രചാരമുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളും സൂക്ഷ്മത, അതുപോലെ തന്നെ പ്രപഞ്ചത്യാഗം, ഇതുപോലെയുള്ള നല്ല നല്ല മാർഗങ്ങളുണ്ട്. അത്തരം മാർഗങ്ങളിലായിരുന്നു ഷെയ്ഖന്മാരൊക്കെ ഉണ്ടായത്. ആ മാർഗങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് എതിരായിക്കൊണ്ട് സൂഫിസം വാദിക്കുന്ന പോലെ സംഘക്കാരുണ്ട്. ഇത് വലിയൊരു ബിദ്അത്ത്, അപകടം പിടിച്ച ബിദ്അത്താണ്. ബൽ കസീറും മിൻ ഉലൈക ഇബാഹിയത്തുൻ ലാ യുഹർരിമൂന ഹറാമൻ. മാത്രമല്ല അവർ ഈ സൂഫിസം വാദിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിൽ വെറും ഹലാല് മാത്രമേ അവർ വാദിക്കുന്നുള്ളൂ. ഒക്കെ ഹലാലാ. ഹറാമെന്ന് പറഞ്ഞ സംഗതി ഹറാമാക്കൂല. ഒന്നും ഹറാമാക്കുന്നതൊക്കെ ഹലാലാക്കും. അങ്ങനെയുള്ളവർ കള്ളത്വരീക്കത്തിൽ സൂഫിയാക്കേണ്ടത് ശരിയല്ല. എന്തുകൊണ്ട്? അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വടക്കായിരിക്കുന്ന ഒരുപാട് മോശമായ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ശൈത്താൻ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? നല്ല ഇൽത്തിമാസ് ആക്കി കൊടുത്തു. അത് ശരിയല്ലടാ, ചെയ്തോ, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പല ആൾക്കാരെ കാണുന്നുണ്ട്. സറയിന് വിരുദ്ധമായിട്ട് കാണും. ഇവിടെ നമുക്ക് പേടിയവരെ എതിർക്കാൻ
അത് ഷെയ്ത്താന്റെ പണിയാണ്. അപ്പൊ ഷെയ്ത്താനിയായിരിക്കുന്ന ഒരു ഷെയ്ഖിയത്തോടെ കയറി കൂടിയിട്ട് അവർ ചെയ്യുന്ന എല്ലാ മാത്താങ്കൂത്തുകളും നല്ലതാക്കി മാറ്റും. അവർക്കൊന്നും അറാമിനൊക്കെ ആരാനാ പോകും ബിസ്മിൽ ഫിസ്ഖ് അവൽ കുഫരി. ഇവർ തമ്മാടികളെന്നോ കാഫിറെന്നോ എന്തെങ്കിലും ഒരു പേര് കൊണ്ട് ബാധ്യസ്ഥരാണ് അവർ. അഹഖു ബിൻഹും ബിസ്മി തസവുഫി അവൽ ഫഖരി, സാധുവാണ് സൂഫിയാണ് എന്നൊക്കെ പേര് പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കാഫിറാണ് ഇവർ, തമ്മാടികളാണ് ഇവർ എന്ന് പറയലായിരിക്കും നല്ലത് എന്ന്. ഇതൊക്കെ മോശമായിരിക്കുന്ന ബിദ്അത്താണ്. അപ്പൊ കള്ള സൂഫിയൊക്കെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഒമിൻഹു ആ ബിദ്അത്തുൽ തഹരീമിൽപ്പെട്ടത് തന്നെയാണ് മാ അമ്മ ബിൽ ഇബ്തിലാഉ, ഇന്ന് ആകെ പരീക്ഷണം വ്യാപകമായി നടക്കുന്ന ഒന്ന്. അതെന്താണ് വ്യാപകമായിരിക്കുന്ന ഒരു ബുദ്ധിപ്രയാസം? മിൻ തദീനി ശൈത്താനിൽ ആമത്തി തഖ്രീക ഹായിത്തിൻ ഉമൂദിൻ, തൂണുകള് മതിലുകള് ഇതെല്ലാം സുഗന്ധം പൂസിക്കൊണ്ട് നടക്കുന്ന നല്ലതാണ് എന്ന് മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം ആളുകളെ ഷെയ്ത്താനോ ഷെയ്ഖ് അവനാണ് ഇതൊക്കെ അഴകാക്കി കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ തഅലീമ നഅവി ഐനിൻ ഔ ഹജറിൻ ഔ ഷജറത്തിൻ, വൃക്ഷം, കല്ല്, പുഴ ഇതുപോലെയുള്ളതിനെ അവരെന്താണ് ആദരിക്കുകയാണ്, ദൈവമായി കാണുകയാണ്. ഇത് ഷെയ്ത്താൻ അഴകാക്കി കാണിച്ചു കൊടുത്തു. എന്താഗ്രഹിച്ചുകൊണ്ടാണ് ഈ കല്ലിനെയും പുഴയെയും തോണ്ടുകളെയും വൃക്ഷത്തെയും ഒക്കെ ആദരിക്കുന്നത്? ഷിഫ, അതായത് രോഗശമനം കിട്ടുക, ആവശ്യം വീടിക്കിട്ടുക എന്നീ ആഗ്രഹം ജനിപ്പിച്ചുകൊണ്ട് ഒരു മരത്തിനെന്താക്ക വല്ലാതെ ആദരിക്കും. ഈ മരത്തിന്റെ അടുക്ക ചെന്നാൽ നല്ല പുണ്യം കിട്ടും, ഈ കല്ലുമ പോയി തൊട്ടാൽ നല്ല പുണ്യം കിട്ടും, ഈ പുഴ തീരത്ത് പോയി ഇരുന്നാൽ നല്ല സുഖം കിട്ടും, അല്ലെങ്കിൽ ഇയാളുമായി ബന്ധപ്പെട്ട എല്ലാം നേടിക്കിട്ടും എന്നൊക്കെ ഒരു പടച്ചോന്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് അതിന് കഴിവുകൾ നൽകിക്കൊണ്ട് ആദരിക്കുക. ഇതൊക്കെ ആരെ പണിയാണ്? ഷെയ്ത്താന്റെ പണിയാണ്. ഇത് പൊതുജനങ്ങൾക്ക് നല്ല സന്തോഷമായി ഷെയ്ത്താൻ അഴകായി കാണിച്ചു കൊടുത്തു. ഇതും ബിദ്അത്തു തഹരീമിൽപ്പെട്ടതാണ്. ഈ പറഞ്ഞതിൽ അവരുടെ മോശത്തരങ്ങൾ എന്താണെന്നുള്ളത് ലാഹിറത്തുൻ, അത് വ്യക്തമാണല്ലോ എല്ലാവർക്കും. വനിയ്യത്തുൻ അനിൽ ഇളായി വൽ ബയാൻ, വ്യക്തമാക്കുക, വിശദീകരിക്കുക, ബയാൻ ചെയ്യുക, ഇതൊന്നും ഇനി ആവശ്യമല്ല, അതെല്ലാവർക്കും അറിയാം. അപ്പൊ കല്ലിനെ പൂജിക്കുക, മരത്തെ പൂജിക്കുക, തടിയെ പൂജിക്കുക, പുഴയെ പൂജിക്കുക ഇതൊന്നും ഇസ്ലാം അംഗീകരിച്ചതല്ല. ഒരു ചരിത്രം പറഞ്ഞുതരാം. അന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, ഈ സംഭവം ശരിയായി വന്നതാണ്. സ്വഹാബാക്കൾ മർറു ബി ഷജറത്തി സിദ്റത്ത് ഖിബല ഹുനൈൻ, ഹുനൈൻ ഭാഗത്തുള്ള ഒരു താളിയുടെ മരമുണ്ട്. ആ മരത്തിന്റെ അരികിൽ കൂടെ സ്വഹാബത്ത് നടന്നുപോയി. കാരണം മുശ്രിക്കൂന യുഅള്ളിമൂനഹ, ഈ വൃക്ഷത്തെ വല്ലാതെ മുശ്രിക്കുകൾ ആരാധിക്കുമായിരുന്നു, അവർ ആദരിക്കുമായിരുന്നു. വയറൂത്തൂന ബിഹ അസ്ലിഹത്തുഹും, ആ മരത്തിന്മേലാണ് മുശ്രിക്കുകൾ അവരുടെ ആയുധങ്ങൾ കൊണ്ട് ബന്ധിപ്പിക്കാറുള്ളത്. ആ വൃക്ഷത്തിനെ കൊണ്ടുപോയിട്ടാണ് അവർ ഈ ആയുധങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുക. ഇങ്ങനെ മുശ്രിക്കുകൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മരമുണ്ടായിരുന്നു. ഏതുപോലെ നമ്മളിവിടെ കണ്ടിട്ടില്ല ആലുമരം, അതിന് അതിന്റെ ചുവട്ടിൽ കുറെ ശൂലവും ഒരു ചെറിയ വിഗ്രഹവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആലുമരത്തെ ആദരിക്കുക, അങ്ങനെ ആദരിക്കുന്ന രൂപമായിരുന്നു മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു. സ്വഹാബത്ത് ഇസ്ലാമിൽ വന്ന ഉടനെയാണ് ഇത്. സ്വഹാബാക്കൾ കണ്ടപ്പോൾ അവർക്കൊരാഗ്രഹം ജനിച്ചു. അങ്ങനെ എബിന്റെ മുന്നിൽ അവർ വരികയാണ്. ഖാലു, ഈ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ, ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാതിൻ. ഇതാ മുശ്രിക്കുകൾ ഒരു മരം, അവര് അവരുടെ വാളുകളൊക്കെ ബന്ധിപ്പിക്കുവാനും നിക്ഷേപിക്കുവാനും കണ്ടെത്തുന്നത് ഈ മരമാണ്. അങ്ങനെയുള്ളവർ ആദരിക്കപ്പെടാൻ പറ്റുന്ന ഒരു മരം ഞങ്ങൾക്ക് നബിയെ നിങ്ങൾ ആക്കിത്തരണം എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി എന്ത് പറയും? ആക്കിത്തരാ എന്നാ പറയാ? അല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ, വല്ലാത്തൊരു അത്ഭുതം കൂറിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ. ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇതിപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത മൂസാ നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞതുപോലെയാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? എന്താ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത പറഞ്ഞത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹത്തുൻ ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ. എന്താ മൂസേ, ഞങ്ങൾക്കൊരു ഇലാഹിനെ കൊണ്ടാ,
അവർക്കുള്ള ഇലാഹിനെ പോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ കൊണ്ടാ. അവർ പശുക്കുട്ടി ഉണ്ടാക്കി, അതുപോലെ ഞങ്ങൾ കൊണ്ടാതാൻ പറഞ്ഞത് മൂസാ നബിനോട്. മൂസാ നബി സാക്ഷാൽ അള്ളാഹുത്താലെ ആരാണെന്ന് പഠിപ്പിക്കാൻ വന്ന ആളാണ്. ആ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് മൂസാ നബി വരുന്നത്. എന്നിട്ട് ഈ ജനത ചോദിക്കുന്നത് എന്താണ്? എവിടെ കുറച്ച് ആൾക്കാർ പശുക്കുട്ടിയെ സാമൂതിരിയുടെ കൈപ്രകാരം അതിന്റെ കുതിർത്തങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പശുക്കുട്ടി ഉണ്ടാക്കി വെച്ച് ഇതാണ് പടച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ് ആരാധിക്കാൻ തുടങ്ങി. ഇത് കണ്ടിട്ടാണ് മൂസാ നബിന്റെ കക്ഷിക്കാരെ പറഞ്ഞ് ഞങ്ങളും അതുപോലെ കൊണ്ടാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി എന്താ? ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ എന്താണ് പമ്പര വിഡ്ഢികളായ ജനതയല്ലേ നിങ്ങൾ മറുപടി കൊടുത്തു. ഈ ആയത്ത് ഓതിക്കൊണ്ട് മഹാനായ നബി തങ്ങൾ പിന്നെ പറഞ്ഞെന്താ? ലതർകബുന്ന സുനന മൻ കാന ഖബലക്കും, ഇതാണല്ലോ ബനി ഇസ്രായേൽക്കാരുടെ സ്വഭാവം. അവർ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരാ. ആ ബനി ഇസ്രായേൽക്കാരുടെ ചെടിയെ നിങ്ങൾ കേറുകയാണോ പ്രവർത്തിക്കുകയാണോ എന്ന് റസൂൽ ചോദിച്ചു. അപ്പൊ ശരിയല്ലാന്ന് മനസ്സിലായല്ലോ. അബുരസ്ഥാനി ഇനി കറാഹത്തിന്റെ വിജയത്തിൽപ്പെട്ടതാണ് കറാഹത്ത് രണ്ടാമത്തെ ഇനത്തിൽ പെടുമ്പോൾ അതിന്റെ ഉത്ഭവം സന്ദർഭം, വ്യക്തി, സ്ഥലം, സമയം ഇങ്ങനെയുള്ളത് കൊണ്ട് ഇബാദത്തിനെ ശറഅ് പ്രത്യേകമാക്കാറുണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ പ്രത്യേകമാക്കുന്ന ഒരു സംഗതിയായിരിക്കും അതിന്റെ ഉത്ഭവം. എന്നിട്ട് എന്ത് ചെയ്യും? ആ പ്രത്യേക സമയത്തോ പ്രത്യേക സ്ഥലത്തോ പ്രത്യേക വ്യക്തിയോ ചെയ്യേണ്ട ഇബാദത്താണ്. ആ ഇബാദത്തിന് അത് വ്യാപകമാക്കും ജനങ്ങൾ. ജഹിലൻ വ്യാപകമാക്കും. എന്തുകൊണ്ടാണ്? വിവരമില്ലാതെ. മാത്രമല്ല മുത്തലക്കൻ, അത് പൊതുവെ ഉള്ളതായ ഒരു ആരാധനയാണെന്നൊരു വിചാരിക്കുകയും ചെയ്യും. ആ നിലക്ക് അത് മാത്രമല്ലാതെ ആമാണ് ഖാസല്ല എന്ന് പറയും. അതിന് ഉദാഹരണം പറഞ്ഞ നാവ് സോമി യോമി ഷക്കി, സംശയ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമെന്ന് പറയാം അല്ലെ. അവി തശ്രീഖി അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിൽ നോമ്പ് നോൽക്കൽ ഇപ്പൊ എന്താ ഹറാമല്ലേ. വൽ വിസാരി തുടർച്ച നോമ്പ് നോൽക്കലും ഹറാമാണ്. വൈര്യ ഇതല്ലാത്തതെല്ലാം. അതെന്തിനാലാണ്? ഇമ്മാലോഖീലവും അവരോട് പറയപ്പെട്ട ലാ തുഫ്സിദൂ ഫിൽ അർളി, ഭൂമി നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഖാലു അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ എന്താണ് സദ്വൃത്തരായ ആളുകളാണ്, നല്ലവരാണെന്ന് പറയൂലേ. ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുക. അലാ ഇന്നഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ, വാസ്തവത്തിൽ അവരാരാണ്? ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, പക്ഷെ ഒരു വിഷയം അറിയുന്നില്ല. ഇവിടെ ഒരു പ്രത്യേക ദിനത്തിൽ ഇബാദത്ത് ചെയ്യാൻ പാടില്ല, സംശയ ദിവസം നോമ്പ് നിൽക്കാൻ പാടില്ല, അതിനൊരു വ്യാപകമാക്കി മാറ്റും. അപ്പൊ അതെന്താക്കും? സംശയ ദിവസം നോമ്പ് നിൽക്കണ ശ്രമം നടത്തും. അയ്യാമത്തെ സ്ത്രീക്കിന് പാടില്ല എന്ന് പറഞ്ഞു, അത് പ്രത്യേക ദിനത്തില്ല, അത് മറ്റുള്ളവർക്കും കൂട്ടിച്ചേർക്കും. തുടർച്ചയിൽ പാടില്ല എന്ന് പറയുമ്പോൾ അല്ലാത്തവർക്കും ചേർക്കും. ഇങ്ങനെ മൊത്തത്തിൽ എന്താണ്? ശറഅ് പ്രത്യേകമാക്കി വെച്ചൊരു ഇബാദത്ത് ഉണ്ടാവും. അത് കാലം കൊണ്ടാണ് യോമുശക്ക് തസ്രീഖ്. അതുപോലെ തന്നെ മക്ക, ഇതുള്ളതൊക്കെ എല്ലാവർക്കും ബാധകമാക്കി കൊണ്ടുവരും. ഇത് വാസ്തവത്തിൽ കറാഹത്ത് ബിദ്അത്തായി വരുന്ന ഒന്നാണ്. ഒമിന്നു അതിൽപ്പെട്ട തന്നെയാണ് അത്തഅരീബു ബിഗൈരി അറഫ എന്ന ജംഇ മിന സലഫി, സലഫിൽ നിന്ന് ഒരു കൂട്ടം ആളുകളുടെ അടുക്കൽ അറഫയല്ലാത്ത നാളിൽ എന്താവോ ഒരുമിച്ചുകൊണ്ടിരിക്കുക എന്ന്. തഅരീഫ് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് എന്താണ്? ജനങ്ങളെല്ലാവരും അറഫ ദിനത്തിൽ ഒരുമിച്ച് കൂടുക. അറഫയല്ലാത്തത് കൊണ്ട് അറഫയിൽ നിൽക്കാതെ പ്രത്യേകത ഉണ്ട്. അതല്ലാതെ നിനക്ക് ഒരുമിച്ച് കൂടി അസറിന് ശേഷം എന്താണ്? പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുക. ഇത് വാസ്തവത്തിൽ ഒരു ശറഈയായ ഇബാദത്ത്. ഇപ്പൊ എന്താണ്? അറഫയിൽ നിൽക്കണം എന്നുള്ളതാണ്. അതിനോട് എന്താക്കി എന്ന് പറയുമ്പോൾ അസറിന് ശേഷം അറഫയല്ലാത്ത രീതിയിൽ അറഫയിൽ നിർത്തി. ഇത് വാസ്തവത്തിൽ കറാഹത്താണ്. ലാക്കിന്നെങ്കിലും ഇസ്തഹ്സനു ആഖറൂന മിൻഹും, ആ സലഫിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ നല്ലതായി കണ്ടിട്ടുമുണ്ട്, പറ്റുന്നവർ പറഞ്ഞു. ഇപ്പൊ ഖഫ അംറഹു, അതിന്റെ കാര്യത്തോട് ലഘുവാക്കി. ഇല്ലാ ഫീ നഹ്വി മാ യഫ്അലു ബി ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസുമായി പ്രവർത്തിക്കുന്ന ഒന്നിലൊഴികെയെന്ന്. ഒരുപാട് ഫസാദുകൾ അതുമായി അന്വടിച്ചു വരുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ കാണാനൊന്നും പറ്റൂല. കമാൻ അബ്ബഹ അലൈഹിൽ ഉലമാ, പണ്ഡിതന്മാർ അതിന്റെ മേൽ ഉണർത്തിയതുപോലെ. അപ്പോ
ഇങ്ങനെയുള്ള കറാത്തുകളൊക്കെ വരുന്നുണ്ട് ബിദഅത്തായത്. ആ ബിദഅത്ത് കറാത്തിൽ പെട്ടതാണ് അസ്സലാത്തു ലൈലത്ത റഗായിബി അവല ജുമുഅത്തി ബി റജബ്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ എന്ത് ചെയ്യുക? റജബ് മാസം ഉദിച്ചിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ആ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ രാവിലെ ഒരു ആഗ്രഹിക്കുന്ന രാവുകൾ എന്ന് പറയുന്നുണ്ട്. റഗായിബിന്റെ രാത്രി എന്ന് പറയും. അന്ന് നിസ്കാരമുണ്ട്, അത് കറാത്താണ്. പിന്നെ ലൈലത്തൻ നിസ്മി ഷഅബാന, ഷഅബാൻ മാസത്തിൽ പകുതിയാകുമ്പോ പകുതി 14 രാവിലെ നിസ്കാരമുണ്ട്, 15 രാവിലെ. ആ നിസ്കാരവും എന്താണ്? കറാത്തിൽ പെട്ടതാണ്. ഫഹുമ ബിദ്അത്താനി മദ്മൂമത്താനി. ഈ രണ്ട് നിസ്കാരവും ബിദ്അത്തുമാണ് മദ്മൂമത്തുമാണ്, സറ അംഗീകരിക്കൂല. ഖിലാഫൻ ലിമൻ ഇസ്തഹ്സനഹുമ, അത് രണ്ടും നല്ലതാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഓർക്കെതിരായിട്ട് ഈ പറയും. ഹദീസുഹുമ മൗളൂൻ, ആവശ്യകമായിട്ട് വന്നതായ ഹദീസുകളൊക്കെ മൗളൂആ. കമാ ബയ്യനഹുൽ മുസന്നിഫ് റഹിമഹുല്ലാഹു തആല ബി ശറഹുൽ മുഹസ്സബ്. ശറഹുൽ മുഹസ്സബില് ഈ പറഞ്ഞ ഹദീസിനെ കുറിച്ചൊക്കെ മുസന്നിഫ് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട്. വഗൈറുഹു മിമ്മൻ ഖബലു ബഅദഹു, മുമ്പർക്ക് മുമ്പുള്ളവരും അല്ലാത്ത ശേഷമുള്ളവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. വറദ്ദു അല ഇബ്നു സലാഹ്, ഇബ്നു സലാഹിന്റെ മേൽ അവർ റദ്ദ് ചെയ്യുന്നു. എന്ത്? റുജൂഅഹു, ഇബ്നു സലാഹിന്റെ മടക്കത്തെ, അൻ മുവാഫഖതിഹിം, അവരോട് യോജിക്കലിനെ തൊട്ട് മൂപ്പര് മടങ്ങി. എവിടേക്ക് മടങ്ങി? ഇൽ ഇന്തിസാരി ലഹുമാ, ഈ രണ്ട് ഹദീസുകളെ സഹായിക്കാൻ പറ്റുന്ന വിധത്തിലേക്കാണ് മൂപ്പര് ആ പണ്ഡിതന്മാരെ തൊട്ടൊക്കെ യോജിക്കുന്നതിനെ തൊട്ട് മടങ്ങിയത്. ഈ മടക്കത്തെ പണ്ഡിതന്മാർക്ക് റദ്ദ് ചെയ്തിട്ടുമുണ്ട്. വഅബ്തലു ജമീഅ മസ്തദല്ല ബിഹി, ഇബ്നു സലാഹ് പിടിച്ച ഏതെല്ലാം ദലീൽ കൊണ്ടോ ആ ദലീൽ മുഴുവനും അവർ ബാത്തിലാക്കുകയും ചെയ്തിട്ടുമുണ്ട്. അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത തെളിവുകളാണെന്ന് ഇബ്നു സലാഹ് എന്നവരെ കുറിച്ച് മറ്റു പണ്ഡിതന്മാർ ബാത്തിലാക്കിയ ദലീലൊക്കെ. അപ്പോൾ ശരിയല്ല, ഇബ്നു സലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വരണ്ടാന്നർത്ഥം. ഓഹുവ കമാ ഖാലു, അത് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് ഉള്ളതും. ഓഹുവ വിസ്ഥാനിയത്തി അലാ കൈഫിയാത്തി, ഈ പറയുന്നത് വിസ്ഥാനിയത്തി രണ്ടാമത്തതില് അലാ കൈഫിയാത്തി, അലാ കൈഫിയാത്തി മിഅത്തു റക്അത്തി ബി അൽഫിൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന് 1000 വട്ടം മോദിയിട്ടുള്ള 100 റക്അത്ത്. വസിന്ദൈ അസറ റക്അ, 12 റക്അത്ത്. ഈ കുല്ലി റക്അത്തിൻ, എല്ലാ 1 റക്അത്തിലും 30 മറത്തൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് 30 വട്ടം. 14 റക്അത്തൻ, 16 റക്അത്ത് എന്ന് പറയുന്നുണ്ടല്ലോ. സുമ്മ യജ്ലിസു, പിന്നീട് അവർ ഇരിക്കണം. യഖ്റഉൽ ഫാത്തിഹത, പിന്നെ ഫാത്തിഹ ഓതണം. പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം. വൽ മുഅവ്വിദതൈനി കുല്ലൻ 14, എല്ലാം 14 വട്ടം ഓതണം, 2 മുഅവ്വിദതൈനും കൂട്ടിയിട്ട്. ആയത്തുൽ കുർസി മറത്തൻ, ആയത്തുൽ കുർസി 1 വട്ടം. വലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികുമുൽ ആയ എന്ന് പറഞ്ഞ ഈ ആയത്തും. ഇതാണിപ്പോ രണ്ടാമത്തെ ഇനത്തിലായിട്ട് വരുന്ന ഖിറാഅത്ത് രൂപങ്ങൾ. ഇതൊക്കെ ഹദീസുകളാണ് പറഞ്ഞു കൊണ്ടുവരണ്ട. അപ്പോൾ കുല്ലുക മൗദൂഅത്തുൻ, ഈ ഹദീസുകളൊക്കെ മൗദൂഅാണ്, ഇത് അംഗീകാരമല്ല. വൽ കലാമു ഫി ഖുസൂസി ഇഹ്യാഇഹിമാ, റജബ് മാസം ശഅബാൻ മാസം പകുതി, റജബ് മാസത്തിന്റെ ആദിരാവുകളൊക്കെ ഉണ്ടല്ലോ. ഈ പറയുന്നതിന് ഹയാത്താക്കുക എന്ന പ്രത്യേകതയിൽ ബിൽ കൈഫിയത്തിൽ മഷ്ഹൂറത്തി ബൈനൽ ആവാമി, സാധാരണക്കാർക്കിടയിൽ പ്രചാരമുള്ള രൂപമുണ്ട്. ദൂന വൈരിഹിമ, അത് രണ്ടുമല്ലാത്ത മിനൽ ലയാലി, മറ്റു രാത്രികളൊന്നും ഇല്ലാതെ ഈ പറയുന്ന 2 രാത്രികൾ സാധാരണക്കാർക്കിടയിൽ പിന്നെ പ്രചാരമായി നിൽക്കുന്ന രൂപത്തോടുകൂടെ ഈ 2 രാവിനും അയാത്താക്കലുണ്ടല്ലോ. റജബ് മാസം 27 രാവിന് നമുക്കൊരു അയാത്താക്കലുണ്ട്. ശഅബാൻ മാസത്തിന്റെ 15 രാവിന് അയാത്താക്കലുണ്ട്. സാധാരണക്കാർക്കിടയിൽ നോമ്പ് നോറ്റിട്ടും അത് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി നിസ്കരിച്ചിട്ടൊക്കെ അയാത്താക്കലുണ്ട്. അതിനെ മാത്രം പ്രത്യേകമാക്കിയിട്ട് അയാത്താക്കുന്നതിനുള്ള കലാമ് വലായുനാഫി, അതിലാണ് കലാം ഉള്ളത്. ആ കലാമിനോട് മാ ജാഅ ഫീ ലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ പകുതിയിൽ പറ്റി പറഞ്ഞൊരു ഹദീസ് വന്നിട്ടുണ്ട്. ആ ഹദീസ് ഈ കലാമിനോട് എതിരാകുമോ? ഇല്ല. ഖൂമു ലൈലഹ വസൂമു യൗമഹ എന്ന് പറയാനുണ്ട്. അപ്പൊ എന്താ പറഞ്ഞറിയാം? വൽ കലാമു ഫീ ഖുസൂസി ഇഹ്യാഇഹിമാ ബിൽ കൈഫിയത്തിൽ മഷ്ഹൂറത്തി ബൈനൽ അവാമി, സാധാരണക്കാർക്കിടയിൽ പ്രചാരമുള്ള നിസ്കാരങ്ങളും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മറ്റു രാത്രി ഒന്നും അയാത്താക്കാതെ
ഇത് രണ്ടിനെ മാത്രം ഹയാത്താക്കുക എന്ന വിഷയത്തിലാണ് നമ്മുടെ സംസാരമുള്ളത്. ഈ സംസാരത്തിനോട് ശഅബാൻ മാസത്തെ പറ്റി പൗതിരാവിനെ പറ്റി ഒന്നൊരു ഹദീസ് ഉണ്ടല്ലോ, ഖൂമൂ ലൈലഹ വ സൂമൂ യൗമഹ, അതിന്റെ രാത്രി നിസ്കരിക്കുക പകല് നോമ്പ് വെക്കുക എന്നൊരു ഹദീസ് കാണാം. വക ഖബരി അന്നഹു തആല യഅ്ഫു ലൈലതഹ ലി അക്സറ മിൻ അദദി ശഅരി വനമി കൽബ്. കൽബ് ഗോത്രക്കാരുടെ ആടുകളുണ്ട്. ആ ആടുകൾക്ക് എത്ര രോമങ്ങളുണ്ടോ ആ രോമങ്ങളുടെ എണ്ണം കണ്ട് അതിനേക്കാൾ അധികം ഈ രാത്രിയുള്ള ആളുകൾക്ക് ആരൊക്കെ ഇബാദത്ത് ചെയ്യുന്നു അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നൊരു ഹദീസുമുണ്ട്. ഈ പറഞ്ഞ ഹദീസൊന്നും നമ്മൾ ഈ സംസാരത്തിനോട് എതിരാകോ? അത് പറഞ്ഞ ഹദീസ് മൗദൂഅ് എന്ന് പറയാൻ സംസാരിച്ചല്ലോ, അതിനോട് എതിരാകൂല ഈ പറഞ്ഞ രണ്ടും? അത് എതിരില്ല. ഇനി പറയട്ടെ, ഖബരി അന്നഹു തആല യഅ്ഫു ലൈലതഹ ലി ജമീഇ ഖൽഖി ഇല്ലാ ലി മുശ്രിക്കിൻ വ മശായിൻ. ഉൾപ്പോര് നടിക്കുന്നവരോ ബിദ്അത്തുകാരോ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോ ഒഴിച്ച് ബാക്കി എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹു തആല ഈ പറയുന്ന ശഅബാൻ മാസത്തിന്റെ രാവിൽ അല്ലാഹ് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ ഹദീസുമുണ്ട്. ഈ ഹദീസുകളൊന്നും ഇവിടെ മൗദൂഅ് ആണ് എന്ന് പറഞ്ഞത് എതിരല്ല. അലാന്ന ഹാദിഹി സലാസത്തു ദഈഫത്തുൻ ബിൽ മറ. ഈ ഹദീസ് വാസ്തവത്തിൽ ഇത് മൂന്നും ദഈഫാണെന്ന് വെക്കുക. അതോടൊപ്പം തന്നെ ഇതൊന്നും എന്തല്ല, നമ്മൾ മൗദൂഅായി വന്ന ആ ചർച്ചയുടെ എതിരല്ല ഇത്. വഇൻ അഖ്റജൽ അവ്വല തുർമദി, ആദ്യത്തെ ഹദീസ് ആര് പുറപ്പെടുവിച്ചതാ? റിപ്പോർട്ട് ചെയ്ത തുർമദി ഇമാമ. വമിൻ സമ്മ, അക്കാരണം കൊണ്ട് ഖാല ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ്, ഇബ്നു അറബി റഹിമഹുല്ലാഹ് തങ്ങൾ പറയുന്നു, ലൈസ ബിഹാ ഹദീസുൻ യുസാവി സമാഉ. ഈ വിഷയത്തിൽ ഒരു ഹദീസ് ഇല്ല. എങ്ങനത്തെ ഹദീസ്? സമാഹു, അതിനെന്താണെന്നറിയാമോ? സബ്ഹ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതായ, അതായത് ഒരു ഹദീസിൽ അത് മറ്റൊരു ആരിലാണ്. എന്താണ് ഈ ഹദീസിന് കേൾക്കാൻ പറ്റുന്ന വിധം സമമായി വരുന്നൊരു ഹദീസൊന്നും ഇതിൽ വന്നിട്ടില്ല നമ്മൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ മൗദൂഅ ഹദീസ് ഇതൊക്കെ എടുത്തുകൊണ്ട് ഇബാദത്തിൽ കറാത്തായി വരും. അത് പാടില്ല. എന്നാ ഇത് ലൈഫായ ഹദീസ് കൊണ്ട് അവരേക്ക് കുഴപ്പമല്ല, അവിടെ വന്നിട്ടുണ്ട്. ثم أخرج نعم എങ്കിലും أخرج البيهقي أنه صلى الله عليه وسلم صلى ليلته. ശഅബാൻ മാസത്തിന്റെ പകുതി രാവിൽ റസൂലുള്ളാഹി നിസ്കരിച്ചതായി ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖാല ഫീ ഹാദിഹി ലൈലത്തു, അപ്പോൾ നബി തങ്ങൾ പറയുകയും ചെയ്തു, ഫീ ഹാദിഹി ലൈലത്തി, ഈ രാത്രിയിൽ, യുക്തബു കുല്ലു മൗലൂദിൻ വഹാലികിൻ ബനി ആദമ, ആദം സന്തതികളിൽ നിന്ന് നശിക്കുന്നവരാരൊക്കെയാണ്, പ്രസവിക്കപ്പെടുന്നവരാരൊക്കെയാണ് എഴുതപ്പെടും. വബിയാ തുർഫ അഅ്മാലും, അവർക്കുള്ള അമലുകളൊക്കെ ഉയർത്തപ്പെടും. തുൻദരു അർസാഖും, അവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഇറക്കപ്പെടും എന്ന് ആ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആ റിപ്പോർട്ട് ചെയ്ത ബൈഹഖി റിപ്പോർട്ട് ചെയ്ത വഅന്നോ ഖാല, നബി തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി തആല ഫീ ഹാദിഹി ലൈലത്തി, ഈ ശഅബാൻ മാസത്തിന്റെ ഈ പുണ്യമായിരിക്കുന്ന രാവിൽ അല്ലാഹു തആല കൊണ്ട് ഉതഖാഅനാരി ബി അദദി ശഅരി വനമി കലബ്, കലബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എണ്ണം കണ്ട് നരകത്തെ തൊട്ട് മോചിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന് ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് കാണുന്നുണ്ട്. ഇതിനെ കുറിച്ച് പറയട്ടെ. ഖാല പറയുന്നു, ഫീ ഇസ്നാദിഹിമ, ഈ രണ്ട് ഹദീസിന്റെ ഇസ്നാദില് ബൈഹഖി റിപ്പോർട്ട് ചെയ്ത് പറയാണ്, ബഅദു മൻ യുജ്ഹലു, ഇതിൽ തിരിയാത്ത ഒരാൾക്കാരുണ്ട്. വൈനുള്ള അമ്മ ആയതുമാ ഇലൽ ആഖർ, ഇത് രണ്ടിൽ ഒന്നിനെ മറ്റൊന്നിലേക്ക് കൂട്ടിച്ചേർത്താൽ അജ്ദാ ബഅദുൽ ഖുവ്വ, ചിലതിനെ എന്താണെന്നറിയാമോ, ബഅദുൽ ഖുവ്വത്തി, ശക്തിയിൽ ചിലതിനെ എന്തായി എത്തിക്കും, വലിയ ഉപകാരമുള്ളതായി കിട്ടും. ഇത്രേ പറയാനുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ലൈഫായതുമുണ്ട്, മൗദൂഅായതുമുണ്ട്. മൗദൂഅായതൊക്കെ തള്ളിയിട്ട് ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിന്റെ പൊറുക്കലിനെ തേടുക, മാപ്പിരക്കുക, അത് ഇതിനെതിരില്ല. നേരെ മറിച്ച് അത് രണ്ടിനെ മാത്രം പ്രത്യേകമാക്കുക, മറ്റു രാത്രിക്ക് ഒഴിവാക്കുക, നമ്മൾ പറഞ്ഞ രീതിയിലൂടെ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പൊ അത് കറാത്താട്ടി വരും. വലാ ഷാഹിദ ഫീഹിമ, ഈ രണ്ട് ഹദീസിന് എത്ര തെളിവില്ല. വൈ നജിദ ബഅദുൽ ഖുവ്വ, ബഅദുൽ ഖുവ്വത്തിനെ അത് വളരെ ഉപകാരമായി കിട്ടുന്നുണ്ട് എങ്കിലും തെളിവില്ല. എന്താ തെളിവില്ലാത്തത്? ഇതിലൈസ ഫീഹിമ സലാത്തുൻ മഖ്സൂസത്തുൻ, ഈ രണ്ട് രാത്രി മാത്രം പ്രത്യേക നിസ്കാരമൊന്നുമില്ലല്ലോ. ഖിയാമുൽ ലൈലി സുന്നത്തും മുത്തലക്ക, പിന്നെ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞത് മുത്തലക്കം നിരുപാധിക സുന്നത്തല്ലേ, പുരസ്കരിക്കാനോ. സലാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹ, അപ്പൊ ഈ പറഞ്ഞ രാത്രി റസൂലുള്ളാഹിന്റെ നിസ്കാരം സലാത്തിക്കു ഫീ ഗൈരിഹ,
മറ്റു രാത്രികൾ നബിതങ്ങൾ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിസ്കാരം ഇതിലുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഖിയാമുൽ ലൈൽ റസൂലുള്ളാഹിന്റെ മേൽ വുജൂബാണ്, അതുകൊണ്ട് നബിതങ്ങൾ ഉപേക്ഷിക്കാറില്ല. അത് മനസ്സിലാക്കിയിട്ട് ഇതിന് മാത്രം പ്രത്യേക നിസ്കാരമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഒമിൻഹു ബിദ്അത്തുൻ കറാഹത്തിൽപ്പെട്ടതാണ് അൽ വുഖൂദു ലൈലത്ത അറഫ, അറഫ രാവിൽ കുറെ വക്കത്തിക്കുക. വൽ മശ്അൽ ഹറാം, മശ്അൽ ഹറാമില് ആ രാവിലും എന്താ കുറെ വക്കത്തിക്കുക. പിന്നെ വൽ ഇജ്തിമാഉ ലയാലിൽ ഖുതൂം ആഖിർ റമളാന, റമളാൻ മാസത്തിന്റെ ലാസ്റ്റിൽ ഖത്മുകൾ എല്ലാവരും ഓതിയിട്ട് ആ രാത്രി എല്ലാവരും ഖത്തം തീർക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുക. അങ്ങനെ ഉണ്ടാവും, എല്ലാ സമയത്തും പറ്റൂല. ഇപ്പൊ വറസ്ഫുൽ മനാബിരി വൽ ഖത്ബ് അലൈഹ, മിമ്പറ നാട്ടി വെക്കുക, അതുപോലെ ഖുത്ബു അലൈഹ, അതിന്റെ മേൽ പ്രസംഗിക്കുക. ഫയുക്റഹു, കറാത്താകപ്പെടും മാലം യകും ബി ഇഖ്തിലാത്തിൽ റിജാലി ബിൻ നിസായി, സ്ത്രീ പുരുഷന്മാര് ഈ പറഞ്ഞ വിഷയത്തിൽ എന്താ ഇടകലർന്നില്ലെങ്കിൽ. അതെങ്ങനെയാണ്? തലാമ അതിസാബും, അവർക്കുള്ള ജിസ്മുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരലുകൊണ്ടാണ്. അതില്ലാത്ത കാലത്തോളം കറാത്താണ് ഈ പറഞ്ഞ രീതികളൊക്കെ. ഫഇന്നഹു ഹറാമു ഫിസ്കുൻ, കൂടിച്ചേരല് വന്നാലോ ഹറാമുണ്ട്, തമ്മാടിത്തം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ഒമിനൽ ബിദ്അഇ സൗമു റജബ്, ബിദ്അത്തിൽപ്പെട്ടതാണ് റജബ് മാസത്തിലെ നോമ്പ് എന്ന് ഖീലുണ്ട്. വലൈസ കദാലിക, കാര്യം അങ്ങനെയല്ല, ഖീൽ ശരിയല്ല. ബൽ ഹുവ സുന്നത്തുൻ ഫാദിലത്തുൻ, അത് ശ്രേഷ്ഠമായ സുന്നത്ത് തന്നെയാണ്. കമാ ബയ്യൻതു ഫിൽ ഫതാവ, ഞാൻ ഫതാവയിൽ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ബസത്തുൽ കലാം ഈ ഫതാവൽ കുബ്രയിൽ അത് വേണ്ടതുപോലെ വിശദീകരിച്ചു, അവിടെ നോക്കിക്കോളി എന്നർത്ഥം. ഖൗലു ബഅദി ശാഫിഇയ്യ, ചില ശാഫിയാക്കളെ ഖൗല്, മിൻഹ അതിൽപ്പെട്ടതാണ് എന്ത്, ബിദ്അത്തിൻ മുൻകറത്തിൽപ്പെട്ടത് തന്നെയാണ്, മുദാവമത്തുൽ ഇമാമി അലാ ഖിറാഅത്തി സജദത്തി വൽ അതാ ഫീ സുബിൽ ജുമുഅ, ജുമയുടെ സുബഹി നമസ്കാരത്ത് അൽ ഹത്ത എന്ന സൂറത്തും സജദയും ഇത് പതിവാക്കുക ചില ഇമാമുകൾ. അതൊരു ബിദ്അത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്ത് ഖിറാഅത്തിൽപ്പെട്ടതാന്ന് പറയുന്നുണ്ട്. ലൈസ ഫീ മഹല്ലി, ആ വാക്ക് അതിന്റെ സ്ഥാനത്തല്ല, അത് അസ്ഥാനത്തായിപ്പോയി. കമാ ബയ്യൻതു ഫീ ശറഉൽ ഉബാബ്, ശറഉൽ ഉബാബിലും വഗൈരി, അതല്ലാത്ത കിതാബിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, അത് പറയുന്നില്ല. വറവത് തബ്റാനിയോ, ഇമാം തബ്റാനി തങ്ങൾ നിവേദനം ചെയ്യുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖറഉ മാ ഫീ കുല്ലി ജുമുഅ, ഈ രണ്ട് സൂറത്തിനെ വെള്ളിയാഴ്ച സുബഹിൽ നബി തങ്ങൾ എല്ലാ വെള്ളിയാഴ്ച സുബഹിലും ഓതാറുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. അവയിലെങ്ങനെ അത് ബിദ്അത്തിൽപ്പെടുത്തുക? അപ്പൊ ആ ഖൗല് തള്ളേണ്ടതാണ് അർത്ഥം. വകദാ ഖൗലു മിൻഹ, അതുപോലെ തന്നെ ബഅദു സാഫിയുടെ ഖൗലുണ്ട്, മിൻഹ ആ ബിദ്അത്തുൽ ഖറാഅത്തിൽ പെടുന്നതാണ് അൽ ഇർതിജാഉ ബൈന സുന്നത്തിൽ ഫജ്രി വ ഫർളിഹി, സുബഹയുടെ ഫർള് നിസ്കാരമുണ്ട്, സുബഹയുടെ സുന്നത്ത് നിസ്കാരമുണ്ട്, അത് രണ്ടിന്റെയും ഇടയിൽ ചെരിഞ്ഞെടുക്കലുണ്ട്. സുന്നത്ത് നിസ്കാരത്തിൽ ചെരിഞ്ഞെടുക്കുക അതും ബിദ്അത്തുൽ മുൻകറത്തിൽപ്പെട്ടതാണെന്ന് ബഅദു ശാഫി പറയുന്നുണ്ട്. കൈഫ, അത് എങ്ങനെയാകും? വഖദ് സഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഅലുഹു, നബി തങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചത് ശരിയായി വന്നതാ. വൽ അംറു ബിഹ, അതുകൊണ്ടുള്ള കൽപ്പനയും ശരിയായി വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താണ്? വമിൻ സമ്മ, അതുകൊണ്ട് ഔജബ ബഅദു ളാഹിരിയ്യ, ളാഹിരിയാക്കളായ ചില ആളുകൾ എന്താക്കിയിട്ടുണ്ട്, അതിനെ നിർബന്ധമാക്കുകയും ചെയ്തിട്ടുമുണ്ട്. റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ, ബുഖാരി ഇമാമും മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാ വന്ന ചർച്ചകൾ കഴിഞ്ഞു. വഹുവ ഖാഇദത്തുൻ അളീമത്തുൻ മിൻ ഖവായിദിൽ ഇസ്ലാമീന. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് ചർച്ച ആരംഭിക്കാം.